നിയമരംഗം. ഇന്ന് നിയമരംഗത്തിൽ വീടുകളും മറ്റും വാടകയ്ക്ക് നൽകുമ്പോഴും വാടകയ്ക്കെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട നിയമവശങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് കെ രാജശേഖരൻ കേരളാദിത്യപുരം സംസാരിക്കുന്നു. ഒരു കെട്ടിടം വാടകയ്ക്ക് നൽകുന്നതുപോലെ സുഗമമായ കാര്യമല്ല ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കുക എന്നത്. വാടക കരാറിന്റെ കാലാവധി കഴിഞ്ഞാൽ അവസാനിക്കുന്നതുമല്ല ആ കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിലുള്ള നിയമപരമായ ബന്ധം. ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കോടതിയെ സമീപിക്കണം. നിയമത്തിൽ നിർണയിക്കപ്പെട്ട കാരണം നിരത്തണം. നൂലാമാലകൾ നിറഞ്ഞ നടപടിക്രമങ്ങൾ പാലിച്ച് കേസ് നടത്തി കോടതി ഉത്തരവ് നേടുകയും വേണം. ഒരു കെട്ടിട ഉടമയും വാടകക്കാരനും ചേർന്ന് ഒരു വാടക കരാറിൽ ഏർപ്പെട്ട് താക്കോല് നൽകിയാൽ വാടകയ്ക്ക് നൽകൽ പൂർത്തിയായി. പക്ഷേ അയാളെ ഒഴിപ്പിക്കാൻ വാടക കരാറിൽ എന്തൊക്കെ നിബന്ധനകൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും 1965 കേരള ബിൽഡിംഗ്സ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് അഥവാ വാടക നിയന്ത്രണ നിയമത്തിലും അതിനനുബന്ധമായ 1979 ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ള കാരണങ്ങളാൽ മാത്രമേ സാധ്യമാവൂ. ഒരു വാടക കരാർ മുഖേന ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത വാടകക്കാരൻ ആ കരാർ കാലാവധി വരെ ഒരു കോൺട്രാക്ച്വൽ ടെനന്റ് അഥവാ കരാർ അനുസരിച്ചുള്ള വാടകക്കാരനായിരിക്കും. എന്നാൽ ആ കരാർ കാലാവധി കഴിഞ്ഞാൽ അയാൾ വാടക ക്രമമായി നൽകുന്നുവെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ടെനന്റ് അഥവാ നിയമത്തിൻ്റെ പിൻബലമുള്ള വാടകക്കാരൻ ആയി മാറും. അയാൾക്കൊരു വാടകക്കാരൻ്റെ സർവ്വ അവകാശങ്ങളും ഉണ്ടായിരിക്കും. പലരും കരുതുന്നതുപോലെ അയാളെ ഒരു ട്രസ്പാസർ അഥവാ കയ്യേറ്റക്കാരൻ ആയി വാടക നിയമം ഗണിക്കുന്നില്ല. വാടക നിയന്ത്രണ നിയമത്തിൻ്റെ ഷെഡ്യൂളിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ളതും സർക്കാർ പിന്നീട് വിജ്ഞാപനം ചെയ്തിട്ടുള്ളതുമായ തദ്ദേശഭരണ പ്രദേശങ്ങളിലാണ് ഈ നിയമം പ്രാബല്യത്തിലുള്ളത്. സംസ്ഥാനത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു. ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ലാത്ത പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകാൻ ആധാരമായത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അഥവാ വസ്തു കൈമാറ്റ നിയമത്തിലെ ലീസിനെ സംബന്ധിച്ച അധ്യായത്തിലെ 105 മുതൽ 117 വരെയുള്ള വകുപ്പുകളിലെ വ്യവസ്ഥകളാണ്. ആ പ്രദേശങ്ങളിൽ വാടകയ്ക്ക് നൽകാൻ തയ്യാറാക്കുന്ന കരാറുകൾക്ക് വാടക നിയന്ത്രണ നിയമത്തിൻ്റെ പിൻബലം ഇല്ലാത്തതുകൊണ്ട് ആ കരാറുകളിൽ വാടക സംബന്ധമായ വ്യവസ്ഥകൾ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒരു കെട്ടിടം വാടകയ്ക്ക് നൽകുമ്പോൾ 1 മാസത്തെ വാടക മുൻകൂർ വാങ്ങാം. വാടകക്കാരൻ വരുത്തുന്ന നഷ്ടം നികത്താൻ ഡെപ്പോസിറ്റും വാങ്ങാം. മാസാമാസം വാടകയും വാങ്ങാം. എന്നാൽ പകുതി വാങ്ങാൻ പാടില്ല. വാടകയ്ക്ക് രസീതും നൽകണം. വാടക നിയമം ബാധകമായ പ്രദേശങ്ങളിൽ വാടക കേസുകൾ പരിഗണിക്കുന്നത് റെന്റ് കൺട്രോൾ കോർട്ട് എന്നറിയപ്പെടുന്ന മുൻസിഫ് അധ്യക്ഷനായ സ്പെഷ്യൽ കോടതികളാണ്. വാടക നിയമം ബാധകമല്ലാത്ത മറ്റു പ്രദേശങ്ങളിൽ അതത് സ്ഥലത്തെ മുൻസിഫ് കോടതി വാടക കേസുകൾ പരിഗണിക്കും. റെന്റ് കൺട്രോൾ കോടതികൾക്ക് 2 കാര്യങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ. ഒന്നാമതായി വാടക കെട്ടിടത്തിൻ്റെ ന്യായ വാടക നിശ്ചയിക്കാം. രണ്ടാമതായി നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് വാടകക്കാരനെ ഒഴിപ്പിക്കാം. ഈ 2 കാര്യങ്ങളിൽ ഒരു പരാതിക്കാരന് റെന്റ് കൺട്രോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. ഇതല്ലാതെ വാടക കുടിശ്ശിക ഈടാക്കാനും റെന്റ് കൺട്രോൾ കോടതിയുടെ ഒഴിപ്പിക്കൽ ഉത്തരവ് നടപ്പാക്കാനും മറ്റും അധികാരം അതത് സ്ഥലത്തെ മുൻസിഫ് കോടതികൾക്കാണ്, റെന്റ് കൺട്രോൾ കോടതികൾക്കല്ല. വാടക കരാറിൽ എന്തു തന്നെ എഴുതി വച്ചാലും ഒരു തർക്കമുണ്ടെങ്കിൽ ന്യായവാടക നിർണ്ണയിക്കേണ്ടത് റെന്റ് കൺട്രോൾ കോടതികളാണ്. കെട്ടിടത്തിൻ്റെ സ്വഭാവവും സമാന കെട്ടിടങ്ങളുടെ വാടകയും സ്ഥലത്തിൻ്റെ വികസന സാധ്യതയും മറ്റും പരിഗണിച്ചാണ് കോടതികൾ അത് നിർവഹിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വാടക കൂട്ടാൻ മാത്രമല്ല കുറയ്ക്കാനും അവയ്ക്ക് അധികാരമുണ്ട്. സുപ്രീം കോടതി 2011 മുഹമ്മദ് അഹമ്മദ് കേസിൽ വാടക കൂട്ടുന്നതിനെ സംബന്ധിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി വാടക നിയമം അനുസരിച്ച് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ ഉപയുക്തമായ പ്രധാന 8 കാരണങ്ങൾ നോക്കാം. നിയമത്തിൻ്റെ സെക്ഷൻ 11 അവ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഒന്നാമതായി വാടക കുടിശ്ശിക വരുത്തുന്ന വാടകക്കാരനെ ഒഴിപ്പിക്കാം. അതിൻ്റെ വിശദമായ നടപടിക്രമങ്ങൾ പിന്നീട് വിവരിക്കാം. രണ്ടാമതായി കെട്ടിട ഉടമയുടെയോ കുടുംബാംഗങ്ങളുടെയോ ആവശ്യത്തിന് കെട്ടിടം വേണമെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാം. പക്ഷേ വാടകക്കാരൻ്റെ ഉപജീവനത്തിന് വരുമാനം നൽകുന്നതാണ് കെട്ടിടമെങ്കിലും സമാനമായ മറ്റൊരു കെട്ടിടം ആ പ്രദേശത്ത് ലഭ്യമല്ല എങ്കിലും വാടകക്കാരനെ അങ്ങനെ ഒഴിപ്പിക്കാൻ പാടില്ല. മൂന്നാമതായി കരാറിൽ പ്രത്യേകം വ്യവസ്ഥ ചെയ്യാതെ കെട്ടിടം വാടകക്കാരൻ മറ്റൊരാൾക്ക് ഉപവാടകയ്ക്ക് നൽകുന്നുവെങ്കിൽ അത് ഒഴിപ്പിക്കാം. വാടക ഉടമ വാടകക്കാരനൊരു രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കണം. അത് ലഭിച്ച് 30 ദിവസങ്ങൾക്ക് ശേഷവും ഉപവാടകക്കാരനെ ഒഴിപ്പിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഇക്കാരണത്താൽ വാടകക്കാരനെ ഒഴിപ്പിക്കുവാനാകൂ. നാലാമതായി വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിൻ്റെ മൂല്യവും ഉപയോഗവും സ്ഥായിയായി നശിപ്പിക്കുന്ന തരത്തിൽ കെട്ടിടം ഉപയോഗിക്കുന്നുവെങ്കിൽ ആ വാടകക്കാരനെ ഒഴിപ്പിക്കാം.
അഞ്ചാമതായി, വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിന് പുനർനിർമ്മാണം ആവശ്യമുണ്ടെന്നും അതിനുള്ള ധനപരമായ കഴിവും പ്ലാനും ഉടമയ്ക്കുണ്ടെന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ വാടകക്കാരനെ ഒഴിപ്പിക്കാം. പക്ഷേ പുനർനിർമ്മാണത്തിന് ശേഷം ആ കെട്ടിടം വാടകയ്ക്ക് നൽകുമ്പോൾ ആ വാടകക്കാരന് മുൻഗണന നൽകുകയും വേണം. കൂടാതെ കെട്ടിടത്തിന് എന്തെങ്കിലും സ്ഥായിയായ നവീകരണം നടത്തണമെങ്കിലും ഉടമ കോടതിയുടെ മുൻകൂർ അനുമതി തേടണം. ഏഴാമതായി, ഒരു വാടകക്കാരൻ ന്യായമായ കാരണമില്ലാതെ കെട്ടിടം 6 മാസത്തിലധികം ഉപയോഗിക്കാതിരുന്നാൽ ആ വാടകക്കാരനെ ഒഴിപ്പിക്കാം. എട്ടാമതായി, ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഉടമയ്ക്ക് വാടകയ്ക്ക് കൊടുത്ത മറ്റൊരു ഭാഗം കൂടി ആവശ്യമെങ്കിൽ ആ വാടകക്കാരനെ ഒഴിപ്പിക്കാം. കൂടാതെ സൈനിക ജോലിയുള്ള ഒരു കെട്ടിട ഉടമയ്ക്ക് സ്വന്തം താമസത്തിനോ തൊഴിലിനോ വേണ്ടി വാടകക്കാരനെ ഒഴിപ്പിക്കാനും വ്യവസ്ഥയുണ്ട്. മതസ്ഥാപനങ്ങൾക്കും ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വാടകക്കാരെ ഒഴിപ്പിക്കാൻ പ്രത്യേക പരിരക്ഷയുണ്ട്. എന്നാൽ വാടക കരാറിലെ കാലാവധി കഴിഞ്ഞ് എന്ന ഒറ്റ കാരണത്താൽ ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കാൻ വാടക നിയന്ത്രണ നിയമത്തിൽ വ്യവസ്ഥയില്ല. ഇനി മുൻപ് പറഞ്ഞ 8 കാരണങ്ങൾ പ്രധാനമായ വാടക കുടിശ്ശിക വരുത്തുന്നവരെ ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ പരിശോധിക്കാം. ഒരു വാടകക്കാരൻ കുടിശ്ശിക വരുത്തി 15 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തെ അക്കാര്യം അറിയിക്കുന്നതിനായി ഒരു സ്റ്റാറ്റ്യൂട്ടറി നോട്ടീസ് കെട്ടിട ഉടമ അയക്കണം. ഇങ്ങനെ നോട്ടീസ് ലഭിച്ച് 15 ദിവസത്തിനകം അതുവരെയുള്ള വാടക കുടിശ്ശികയും പലിശയും നോട്ടീസ് ചെലവും വാടകക്കാരൻ ഉടമയ്ക്ക് നൽകുന്നില്ലെങ്കിൽ ആ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ റെന്റ് കൺട്രോൾ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാം. ഉടൻ കോടതി വാടകക്കാരന് നോട്ടീസ് അയക്കുകയും പരാതിയിൽ എതിർവാദങ്ങൾ ഉന്നയിക്കുവാനോ വാടക കുടിശ്ശിക അടയ്ക്കുവാനോ മതിയായ സമയം നൽകും. അതിനുശേഷവും കാരണമില്ലാതെ കുടിശ്ശിക അടയ്ക്കുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കുന്ന ഉത്തരവ് കോടതി പുറപ്പെടുവിക്കും. ആ ഉത്തരവ് 1 മാസത്തിന് ശേഷമേ നടപ്പാക്കൂ. ആ 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ വാടകക്കാരൻ്റെ അപേക്ഷയിൽ കോടതി വീണ്ടും നീട്ടി നൽകുന്ന തീയതിക്കുള്ളിൽ നോട്ടീസ് കാലം വരെയുള്ള കുടിശ്ശിക അടച്ചാൽ ആ വാടക ഒഴിപ്പിക്കൽ ഉത്തരവ് അസാധുവാകും, അല്ലെങ്കിൽ ഒഴിപ്പിക്കൽ നടപടി നടക്കും. ഇനി കേസ് നടന്നു വരുമ്പോൾ നോട്ടീസ് തീയതി മുതലുള്ള വാടകയും മാസാമാസമുള്ള വാടകയും കാലാകാലം ലഭിക്കുന്നതിന് കെട്ടിട ഉടമ വാടക നിയമത്തിൻ്റെ സെക്ഷൻ 12 അനുസരിച്ച് ഒരു ഇടക്കാല അപേക്ഷ കോടതിയിൽ സമർപ്പിക്കണം. എന്നിട്ടും വാടകക്കാരൻ കുടിശ്ശിക അടയ്ക്കുകയോ അടയ്ക്കാത്തതിന് മതിയായ കാരണം കാണിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ റെന്റ് കൺട്രോൾ കോടതി കേസിൻ്റെ തുടർ നടപടികളിൽ നിന്നും കെട്ടിടത്തിൽ നിന്നും വാടകക്കാരനെ ഒഴിവാക്കാൻ ഉത്തരവിടും. ആവശ്യമെങ്കിൽ കുടിശ്ശിക അടയ്ക്കാൻ 30 ദിവസം കൂടി അനുവദിക്കാം. അതിൽ കൂടുതൽ പാടില്ല. ഇത് സ്ഥായിയായ ഒഴിപ്പിക്കൽ ഉത്തരവാണ്. സർക്കാർ ഈ നിയമമനുസരിച്ച് അവശ്യ ജീവനക്കാരായി പ്രഖ്യാപിച്ച ഉദ്യോഗസ്ഥരെയും സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വാടക നിയമ നടപടികളിലൂടെ ഒഴിപ്പിക്കാനാവില്ല. അതുപോലെ സർക്കാരിന് ഏത് സ്ഥാപനത്തെയും ഈ നിയമത്തിൻ്റെ പ്രയോഗപരിധിയിൽ നിന്നും വിജ്ഞാപനത്തിലൂടെ ഒഴിവാക്കാം. സർവകലാശാല, ടെക്നോ പാർക്ക്, മതസ്ഥാപനങ്ങൾ തുടങ്ങി 60-ലേറെ സംഘടിത സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നിയമമനുസരിച്ച് ഒരു വാടകക്കാരന് അനുവദനീയമായ വെള്ളം, വൈദ്യുതി തുടങ്ങിയ സൗകര്യങ്ങൾക്ക് ഉടമ മുടക്കം വരുത്താൻ പാടില്ല. അതുപോലെ ഒരിക്കൽ ലഭിച്ച കച്ചവട ലൈസൻസ് പുതുക്കാൻ ഉടമയുടെ സമ്മതി തുടർ വർഷങ്ങളിൽ ആവശ്യവുമില്ല. കൂടാതെ കെട്ടിടത്തിനുണ്ടാകുന്ന കാലികമായ റിപ്പയറുകൾ നടത്താൻ ഉടമ ബാധ്യസ്ഥമാണ്. ഇത്തരം കാര്യങ്ങളിൽ അക്കോമഡേഷൻ കൺട്രോളർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന തഹസീൽദാറാണ് പരാതി കേൾക്കേണ്ടത്. അത്തരം ഉത്തരവുകളിൽ കളക്ടർക്ക് അപ്പീലും സമർപ്പിക്കാം. റെന്റ് കൺട്രോൾ കോടതികൾ നൽകുന്ന വാടക നിർണയ ഒഴിപ്പിക്കൽ ഉത്തരവുകളിൽ അപ്പീൽ സമർപ്പിക്കേണ്ടത് ജില്ലാ കോടതികളിലാണ്. റെന്റ് കൺട്രോൾ കോടതിയുടെ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ആ ഒഴിയേണ്ട കെട്ടിടത്തിലെ ഉപവാടകക്കാർക്കും ബാധകമായിരിക്കും. റെന്റ് കൺട്രോൾ കോടതിയിലെ കേസുകൾ കക്ഷികൾ ഹാജരായ ശേഷം കഴിവതും 4 മാസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കണം. എന്നാൽ നൂലാമാലകളിൽപ്പെട്ട കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോകാറുമുണ്ട്. 6 ദശകങ്ങൾ പിന്നിട്ട ഈ നിയമം വാടകക്കാരനോട് പക്ഷപാതപരമായ ആഭിമുഖ്യം പുലർത്തുന്ന ഒന്നാണ്. കെട്ടിട ഉടമയെ നടപടിക്രമങ്ങളുടെ നൂലാമാലകളിൽപ്പെടുത്തി വട്ടം ചുറ്റിക്കുന്നതാണ് ഈ നിയമത്തിലെ ചില വകുപ്പുകൾ. കെട്ടിട ഉടമയ്ക്കും വാടകക്കാരനും സന്തുലിതമായി അവകാശങ്ങൾ ലഭിക്കും വിധം സമഗ്ര പരിഷ്കരണം ഈ നിയമം ആവശ്യപ്പെടുന്നു. ഫലവത്താകാതെ പോയ പല നിയമപരിഷ്കരണ ശ്രമങ്ങളും വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. വീടുകളും മറ്റും വാടകയ്ക്ക് നൽകുമ്പോഴും വാടകയ്ക്ക് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട നിയമവശങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് കെ രാജശേഖരൻ കേരളാദിത്യപുരം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.